Okay, explain with PV diagram the different stages of a substance whose volume decreases on melting. ഓക്കെ, പി വി ഡയഗ്രാം ആണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. പി വി ഡയഗ്രാം ഏത് സബ്സ്റ്റൻസിൻ്റെയാണ് പറഞ്ഞത്? ദേ ഹാവ് ക്ലിയർലി സെഡ് ദാറ്റ് എ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ മെൽറ്റിംഗ്. ഏത് സബ്സ്റ്റൻസിൻ്റെ വോളിയമാണ് ഡിക്രീസസ് ഓൺ മെൽറ്റിംഗ് എന്ന് പറയാം? പ്യുവർലി ഇവിടെ ഉദ്ദേശിച്ചത് ഏതാ അറിയോ? വാട്ടറാണ്. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം വാട്ടറിന് ഒരു അത് സോളിഡിഫൈ ചെയ്താൽ ഐസ് ക്യൂബ് ആയി കഴിഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു വോളിയം ഉണ്ട് അല്ലേ? പക്ഷേ വൺസ് ഞാൻ ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ ലിക്വിഡ് ഫോമിലാവും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സോളിഡ് സ്ട്രക്ചറിൻ്റെ അത്ര വോളിയം ഉണ്ടാവില്ല. വാട്ട് ഹാപ്പൻസ്, വാട്ടറിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്, വൺസ് ഹീറ്റിംഗ് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വോളിയം ഡിക്രീസ് ചെയ്യാണ്. മെൽറ്റ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അത് വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫ് എ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏതാ ഉദ്ദേശിച്ചത്? വാട്ടറിൻ്റെയാണ്. അപ്പോൾ വാട്ടറിൻ്റെ പി വി ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ടറിൻ്റെ ഇതിപ്പോൾ ഇത് പി വി ഡയഗ്രാം ഇൻ ദ സെൻസ് ഇവിടെ ഇത് പി വി അല്ല, അത് ശരിക്കും ടി വി ഡയഗ്രാമാണ്. ആക്ച്വലി സിമിലർ ആണ് പി വി ഡയഗ്രാം. അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ പി വി ഡയഗ്രത്തിൽ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മൾ പല സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം ഐസ് -10 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. ഞാൻ അതിന് ഹീറ്റ് കൊടുത്തതിന് ശേഷം അതെന്താക്കി? 0 ഡിഗ്രി സെൽഷ്യസുള്ള ഐസാക്കി. വീണ്ടും ഞാൻ ഹീറ്റ് കൊടുത്തതിന് ശേഷം അത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള, ഇത് സോളിഡ് ആയിരുന്നു, ഇത് സോളിഡാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡാക്കി. വീണ്ടും ഞാൻ അതിന് ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ എത്തും? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡാവും. വീണ്ടും ഞാൻ ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് ഉള്ളത് എന്താവും? ഗ്യാസ് ആവും. വീണ്ടും ഞാൻ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അത് കൂടും. 250 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ള ഗ്യാസായി അങ്ങനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാവും. ഓക്കെ, ദിസ് ഈസ് വെൻ ഐ കീപ് ദ പ്രഷർ കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഞാൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷനാണ് ഇവിടെ ഞാൻ വരച്ചത്. ക്ലിയർ? അപ്പോൾ പ്രഷർ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഇതുപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ടെമ്പറേച്ചർ വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ വേറൊരു കളറിൽ എഴുതാം. ടെമ്പറേച്ചർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യാം. ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ ചേഞ്ച് എന്തായിരിക്കും? പ്രഷറായിരിക്കും ചേഞ്ച് ചെയ്യുക. പ്രഷർ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതേ സീക്വൻസ് എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, വാട്ടർ എപ്പോഴും ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് അല്ലേ? ശരിക്കും നമ്മൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയണം. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്ര? 100 ഡിഗ്രി സെൽഷ്യസ്. വൺസ് എൻ്റെ പ്രഷർ മാറിക്കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ മാറിക്കഴിഞ്ഞാൽ വാട്ടർ ബോയിൽ ചെയ്യുക 100 ഡിഗ്രി സെൽഷ്യസിലല്ല. അതിന് ഉദാഹരണമാണ് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലൊക്കെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ? വാട്ടർ അതിൻ്റെ മുന്നേ തന്നെ ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലും വേണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് 10 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ ചെയ്യിക്കണോ? എനിക്ക് ചെയ്യിക്കാൻ പറ്റും, പ്രൊവൈഡഡ് അവിടുത്തെ പ്രഷർ മാറ്റം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഒന്നെങ്കിൽ എനിക്ക് ടെമ്പറേച്ചേഴ്സ് അങ്ങനെ വേരി ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആയിരിക്കും എവിടെയാണ് സോളിഡ് ലിക്വിഡ് ആവുക എന്നുള്ളത്. ഇതേപോലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ പ്രഷർ വേരിയേഷൻ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താം. അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ പ്രഷർ വോളിയം ഗ്രാഫ് എന്നല്ല, ടി വി ഗ്രാഫാണ് ഇത് ശരിക്കും വരിക. സിമിലർ ആയിട്ട് തന്നെയാണ് പ്രഷർ വോളിയം ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ അങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ നമ്മുടെ ലിക്വിഡ് ഫോമിലാവും. സോളിഡ് സ്റ്റേറ്റ് ഉള്ളത് ലിക്വിഡ് ഫോമിലേക്ക് ആക്കും കംപ്ലീറ്റ്ലി. പിന്നെ അവിടുന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിൽ നിന്ന് വേപ്പർ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് വേപ്പറാവും. കംപ്ലീറ്റ് വേപ്പറായതിനു ശേഷം പിന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഫുള്ള് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് എത്തും. അതായത് വളരെയധികം ഹീറ്റ് പോകും. അപ്പോൾ ഇവിടെ ഉള്ളത് ശരിക്കും ടെമ്പറേച്ചറാണ്. ദിസ് ഈസ് വോളിയം. ടി വി ഗ്രാഫാണ്. ഇതേ സിമിലർ രീതിയിൽ തന്നെയാണ് പി വി ഗ്രാഫ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഈസ് ഫോർ എ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ മെൽറ്റിംഗ്. സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ melting. Okay, PV graph of substance whose volume decreases on melting. അതായത് വാട്ടർ ആണ് ഉദാഹരണം. എന്താ അതിൽ പ്രത്യേകത? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ട് സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് ചെയ്ത് സെക്കൻഡ് പോയിൻ്റായിക്ക് എത്തി. അതായത് വണ്ണിൻ്റെ ഇത് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. അത് നേരെ പോയിൻ്റ് 2ക്ക് എത്തി. അതായത് ഇവിടെ 2-ലെത്തുന്നതോടുകൂടി, അതായത് എവിടെ ഇപ്പോൾ ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ഐസിലേക്ക് വരെ നമ്മൾ എത്തി അല്ലേ. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് എത്തുന്നതാണ് പോയിൻ്റ് നമ്പർ 2. ഇനി അങ്ങോട്ട് ഞാൻ ഹീറ്റ് കൊടുത്താൽ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡിൽ നിന്ന് അത് ഗ്യാസ് ആയിട്ടാണ് മാറുക. കംപ്ലീറ്റ് ഒറ്റയടിക്ക് മാറുകയല്ല ഗ്യാസ് ചെയ്യുക. കുറച്ച് പാർട്ട് ഗ്യാസാവും, പിന്നെ ബാക്കി പാർട്ട് ഗ്യാസാവും, പിന്നെ അടുത്ത പാർട്ട് ഗ്യാസാവും, അങ്ങനെ കംപ്ലീറ്റ് ഗ്യാസായി മാറും. ഇതൊക്കെ നടക്കുന്ന ടെമ്പറേച്ചർ ഏതാ? 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പോയിൻ്റ് 2 എത്തിക്കഴിഞ്ഞാൽ അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസായിട്ട് മാറി. ഇനി ഞാൻ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2ൽ നിന്ന് 3ലേക്കാണ് വരിക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സോളിഡും ലിക്വിഡും ഉണ്ടാവും. അതായത് സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോൾ വോളിയം കുറയുകയാണ് അല്ലേ. നിങ്ങൾ നോക്കിയേ, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, 3 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് വരിക? ഇങ്ങോട്ടാണ്. സോ ഇറ്റ് ഈസ് റീട്രേസിങ് ബാക്ക്. വോളിയം കുറയാണ്, 2ൽ നിന്ന് 3ലേക്ക് ബാക്കിലേക്ക് പോവുകയാണ്. സോ ദ വോളിയം ഈസ് ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ 3 എത്തുന്നതോടുകൂടി, അതുകൊണ്ടാണ് ഇതിന് സാച്ചുറേറ്റഡ് സോളിഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇതുവരെ കംപ്ലീറ്റ് സോളിഡാണ്. ഇനി അങ്ങോട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് പ്ലസ് ലിക്വിഡ് മിക്സ്ചർ വരും. ആ പോയിന്റ് 3 എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ കംപ്ലീറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡായിട്ട് മാറി. ക്ലിയർ? വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറായിട്ട് മാറി. ഇനി ഞാൻ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇനി ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ചെയ്യുക. ലിക്വിഡിൻ്റെ ലിക്വിഡ് മാറില്ല അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 3ൽ നിന്ന് നേരെ ഹീറ്റ് ചെയ്ത് 4 എത്തുമ്പോഴേക്ക് പിന്നെന്താ സംഭവിക്കുക? അവിടെ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായിട്ട് മാറി. ഇനി 4ന് ശേഷം ഞാൻ ഹീറ്റ് ചെയ്താൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഞാൻ വീണ്ടും ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഫേസ് ട്രാൻസ്ഫോർമേഷൻ, ലിക്വിഡ് വേപ്പറായിട്ട് മാറും. അതായത് 4ന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണല്ലോ. കാരണം ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവാണ്. വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വോളിയം ഒബ്വിയസ്ലി ഇൻക്രീസ് ആവും. അപ്പോൾ ലിക്വിഡിനെ 4ന് ശേഷം ഞാൻ ഹീറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ച് വോളിയം കൂടി ഫുള്ള് അങ്ങനെ എയർ ഉള്ളത് വാട്ടർ വേപ്പറായി അങ്ങനെ ഹീറ്റ് കൊടുത്ത് 0.5 എത്തുന്നതോടുകൂടി കംപ്ലീറ്റ് എന്തായിട്ടുണ്ടാവും? ലിക്വിഡ്, വാട്ടർ ഉള്ളത് വാട്ടർ വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റിൽ എന്തായിരിക്കും? ലിക്വിഡും വേപ്പർ സ്റ്റേറ്റും മിക്സഡ് ആയിരിക്കും. കുറച്ച് എമൗണ്ട് ലിക്വിഡ് ഉണ്ടാവും, കുറച്ച് എമൗണ്ട് വേപ്പർ ഉണ്ടാവും. വൺസ് 5 എത്തിക്കഴിഞ്ഞാലോ അവിടെ കംപ്ലീറ്റ് വേപ്പർ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. ഇനി ഞാൻ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ ആ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ടാണ് പോവുക. ഇതാണ് പ്രഷർ വോളിയം PV ഗ്രാഫ് ഓഫ് വാട്ടർ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെൽറ്റിങ്ങിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ വോളിയം ഡിക്രീസ് ആണ് ഉണ്ടാവുക. 2 കഴിഞ്ഞിട്ട് 3ക്ക് ഇങ്ങോട്ടേക്കാണ് വരിക. ക്ലിയർ?
അപ്പോൾ ഈ പോയിന്റുകൾ പലതിൻ്റെയും പോയിന്റുകൾ 2 to 4, 2 to 3, 3 to 4, 4 to 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത്, ഇത് ഓരോ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ആക്കിയിട്ട് കീപ്പ് ചെയ്ത്. ഇതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനാണിത്, ഇത് അടുത്ത പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇത് അടുത്ത പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പ്രഷർ വേരി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരുന്നത്. ഇതാണ് പി വി ഗ്രാഫ് ഫോർ ദോ സബ്സ്റ്റൻസ് വിച്ച് ഡിക്രീസസ് ഇറ്റ്സ് വോളിയം ഓൺ മെൽറ്റിംഗ്. എക്സാമ്പിൾ ഏതാണ്? വാട്ടർ. അപ്പോൾ ഒന്നെങ്കിൽ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ മെൽറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ അവർ തരുന്നത് വാട്ടറിൻ്റെ പി വി ഗ്രാഫ് വരക്കൂ എന്നും പറയാം. ഇത്രയേ ഉള്ളൂ പി വി ഗ്രാഫ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഇതിലേറ്റവും ടോപ്പ് പോയിന്റിന് നമ്മൾ പറയുന്ന പേര് ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ്, അല്ലേ? ക്രിട്ടിക്കൽ പോയിന്റ്. അതിനപ്പുറം പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരില്ല, ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ബിയോണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് അപ്പുറം പോയി കഴിഞ്ഞാൽ ദ ഗ്രാഫ് വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് പിന്നെ ലിക്വിഡും വേപ്പറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, വ്യത്യാസം എനിക്ക് മനസ്സിലാവില്ല. അവിടെ ഒരു ഡീവിയേഷൻ ഇല്ലാതെ നേരെ സോളിഡ് നേരെ വേപ്പർ സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ ലിക്വിഡും വേപ്പറും പിന്നെ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ ബിയോണ്ട് നമ്മൾ ആയിക്കഴിഞ്ഞാൽ അവിടെ ലിക്വിഡും വേപ്പറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഇല്ല, രണ്ടും ഒരുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ സോളിഡ് എത്തുന്ന ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയണത് എന്താ? സാച്ചുറേറ്റഡ് സോളിഡ് ലൈൻ. പിന്നെ 4 ഈ ഭാഗം ക്രിട്ടിക്കൽ പോയിന്റ്, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നതോ ഈ 4 കൂടെ വരുന്ന ഈ പോയിന്റ് ഇവിടെ കംപ്ലീറ്റ് ലിക്വിഡ് ഫോമിലാണ്. സോ അത് നമുക്ക് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ എന്ന് പറയാം. പിന്നെ 3യും ഇൻ ദ സെൻസിൽ നമുക്ക് സാച്ചുറേറ്റഡ് സോളിഡ് ലൈൻ പറയാം. ഈ കാണുന്ന ലൈനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയും. എന്താണ് ട്രിപ്പിൾ പോയിന്റും എന്താണ് ക്രിട്ടിക്കൽ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ കറക്റ്റ് ഒന്ന് വൃത്തിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഹൂസ് വോളിയം ഡിക്രീസസ് ഓൺ മെൽറ്റിങ്ങിൻ്റെ പി വി ഡയഗ്രം ഇങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഫോർ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഇൻക്രീസസ് ഓൺ മെൽറ്റിംഗ് ആണെങ്കിലോ, മെൽറ്റിങ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനത്തെ കേസിന് എന്താണെന്നുള്ളതാണ്. അതിൽ ഇത്രേ വ്യത്യാസമുള്ളൂ. ഇത് 2ൽ നിന്ന് 3ലേക്ക് ബാക്കൊക്കെ പോകും, കാരണം വോളിയം റിഡക്ഷനാണ്. പക്ഷേ മെൽറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ അവിടെ 2ൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും 3 കിട്ടുക. സെയിം കണ്ടൻറ്റ് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഡോണ്ട് വറി, വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ഇല്ല, പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, 4 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, 5 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. 5 എന്ന് പറയുന്ന പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തുമായിട്ടുണ്ടാവും? വാട്ടർ വേപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് ഫോമിലായിട്ടുണ്ടാവും. ഇതിനെയും സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ ഫോം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ദിസ് 100 ഡിഗ്രി സെൽഷ്യസ് ഗ്യാസ് ആണ്. 4-ലെത്തുമ്പോഴോ 100 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡാണ്. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ വാട്ടറിൻ്റെ ഫോമിലാണ്. ഇനി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഐ ക്യാൻ സേ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1ൽ നിന്ന് ഹീറ്റ് ചെയ്ത് 2 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസായിട്ട് വരികയാണ്, അതായത് സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് വരികയാണ്. 2ൽ നിന്ന് 3ലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ 2-ന്ന് 3ക്ക് ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന നേരത്ത് ടെമ്പറേച്ചർ കൂടി അതായത് മെൽറ്റ് ചെയ്യുന്നു. 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണുള്ളത്, പക്ഷെ അവിടെ സോളിഡ് എന്ത് ചെയ്യുന്നു? ലിക്വിഡായിട്ട് മാറുന്നു. വൺസ് 3ൽ നിന്ന് 4ക്ക് എത്തുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡ് പിന്നെ എന്ത് സംഭവിക്കുന്നു? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡായിട്ട് മാറുന്നു. പിന്നീട് 100 ഡിഗ്രി സെൽഷ്യസിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ 100 ഡിഗ്രി ഗ്യാഷ്യസ് ആയിട്ട് മാറുന്നു. പിന്നെ 5ൻ്റെ മുകൾക്ക് ഇപ്പോൾ 6 ഉണ്ട് അല്ലേ? 6നെ കാണിച്ചു തരാം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ, അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ 250, 300, 350 അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോവാം. ഈ കാണുന്ന പോയിൻ്റാണ് 1 കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസാണ്, സോളിഡാണ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ കാണിക്കാം. ക്ലിയർ? പി വി ഡയഗ്രാം അല്ലെങ്കിൽ പി വി ഗ്രാഫ് ഓഫ് എ സബ്സ്റ്റൻസ് ഹൂസ് വോളിയം ഡിക്രീസസ് ഡ്യൂറിങ് മെൽറ്റിംഗ്. ഇനി അടുത്തത് ഡ്രോ ദ TS പ്ലോട്ട് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ഷോ വേരിയസ് കോൺസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ലൈൻസ് ഓൺ ഇറ്റ്. TS ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ ടിയും എൻട്രോപ്പിയുടെ എസ്സും ആണ് ടി എസ് ഡയഗ്രാം. ഇത് ഏതിന് സാമ്യമായിരിക്കും എന്ന് വെച്ചാൽ ടെമ്പറേച്ചറും വോളിയം ഡയഗ്രത്തിന് ഏതാണ്ട് സിമിലർ ആയിരിക്കും. അതായത് ഗ്രാഫ്, ആ ഫൈനൽ ഗ്രാഫ് വരുന്ന നേരത്തെ ഏതാണ്ട് സിമിലർ ആയിരിക്കും ടെമ്പറേച്ചറും വോളിയമും. കാരണം വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അവിടെ എൻട്രോപ്പി കൂടുക എന്നുള്ള കൺസെപ്റ്റാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വോളിയം കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടുന്നു. എൻട്രോപ്പി കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ഡിസോർഡർനെസ് കൂടുക. വോളിയം കൂടുമ്പോൾ ഡിസോർഡർനെസ് കൂടുകയെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ ഓരോ ഐസോ ബാർസുകൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഐസോ ബാർസ് എന്ന് പറയാം. കാരണം ടെമ്പറേച്ചർ, ദിസ് ഈസ് ആക്ച്വലി ടി എസ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ടെമ്പറേച്ചർ വേരി ചെയ്യാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. ഹീറ്റ് ചെയ്ത് ആ സോളിഡ് അതിൻ്റെ വേർജിലെത്തി. പിന്നെ അവിടുന്ന് സോളിഡിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലിക്വിഡ് ആവും. പിന്നെ ലിക്വിഡ് ഞാൻ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് അതിൻ്റെ മാക്സിമം സ്റ്റേജിലെത്തുന്നു. പിന്നെ ലിക്വിഡിന് ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേപ്പർ ഫോമിങ് സംഭവിക്കും. ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് വേപ്പറാവും. പിന്നീട് ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്താവും? അത് മറ്റേ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആവും. ഇത് അതിൻ്റെ ഒരു ഐസോ ബാർ എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു ലൈന് റെപ്രസെൻ്റ് ചെയ്യണത് ഒരു ഐസോ ബാറാണ്. ആ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നു. ഇതേപോലെ ഇനി എനിക്ക് വേറൊരു പ്രഷർ, അതായത് ഇതിലേറെ കുറച്ചുകൂടെ ഹയർ പ്രഷറിൽ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്താൽ ഇതുപോലൊരു ഗ്രാഫ് തന്നെയാണ് എനിക്ക് കിട്ടുക. പിന്നെ അതിലേറെ കുറവാണെങ്കിലോ ഏതാണ്ട് ഇതുപോലൊരു ഗ്രാഫ് തന്നെ കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫുകളിലൊക്കെ ഇതിങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഇവിടെ എനിക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു വേപ്പർ ഡോം പോലെ എനിക്കിവിടെ ഇങ്ങനെ കിട്ടും. ഇത് വരച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഗ്രാഫായി. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കി, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കംപ്ലീറ്റ് സോളിഡാണ്. ഇവിടെ എത്തുമ്പോൾ സോളിഡും ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടാവും. ഇവിടെ കംപ്ലീറ്റ് ലിക്വിഡ് ഫോമിലാണുള്ളത്. ഇവിടെ എത്തുമ്പോൾ ലിക്വിഡും വേപ്പറും ഉണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേപ്പറായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു റഫായിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വരച്ചുതരാം. ഇവിടെ ഇപ്പോൾ ലിക്വിഡ്, അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് എന്ന് പറയാം അല്ലേ. പിന്നെ ഓക്കെ, ഇവിടെ ഇങ്ങനെ സോളിഡിൻ്റെ ലൈൻ ഉണ്ടാവും. ഇവിടെ അടുത്ത ലൈൻ ഇങ്ങനെ ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റുകളെ കീപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചതാട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു പ്രഷറിന് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വാല്യൂ ആയിരിക്കും വരിക. എങ്ങനെ വരും? ഇവിടുന്ന് ഇതുവരെ എത്തും. പിന്നെ ഇവിടുന്ന് സോളിഡ് ലിക്വിഡ് വരും. ഇവിടുന്ന് ലിക്വിഡ് ഇങ്ങനെ ഹീറ്റ് ചെയ്യും. പിന്നെ ഇവിടുന്ന് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ബോയിലിംഗ് സംഭവിക്കും. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കയറും. ക്ലിയർ? അങ്ങനെയുള്ള പോയിൻറ്റ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ഞാൻ വരച്ചത്. ഇതാണ് ഏത് പോയിൻ്റ് വരിക? ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് വരിക. അതേപോലെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനൊരു ട്രിപ്പിൾ പോയിൻ്റ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ട്രിപ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് വരും. എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ടി എസ് ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഏതാണ്ട് ടെമ്പറേച്ചർ വോളിയം ഡയഗ്രത്തിന് സിമിലർ തന്നെയാണ് ഇതും. ഓക്കെ, ടി എസ് എൻട്രോപ്പി ഡയഗ്രാം എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു. പിന്നെ വേരിയസ് കോൺസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സാച്ചുറേറ്റഡ് സോളിഡ് ലൈനാണ്. പിന്നെ ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനാണ്. സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. അങ്ങനെ ആ പ്രോപ്പർട്ടി ലൈൻസുകളാണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് വഴി ബോയിലിംഗ് പ്രോസസ്സ് നടക്കുന്നു എന്നത് കാണിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഒരു ടി എസ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. സെയിം കൺസെപ്റ്റ് പ്രകാരമുള്ള ടി എസ് ഡയഗ്രാം നമ്മൾ വരച്ചു. അപ്പോൾ ഞാനിതിൽ മായ്ക്കുന്നില്ല, ഇത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതിന് ശരിക്കുള്ള ഡയഗ്രാം നമ്മൾ ആദ്യം കണ്ട പോലെ ഓരോ ഐസോബാസുകൾ വരച്ചിട്ട് അതിലൂടെ കോമൺ ആയിട്ട് വരുന്ന സാച്ചുറേഷൻ ലൈൻസുകൾ ജോയിൻ ചെയ്താണ് ഈ ബ്ലൂ കളറിലുള്ള ലൈൻസുകൾ. What is the degree of superheat and degree of subcooling? Use diagrams to illustrate them. ഓക്കെ, അപ്പോൾ ഡയഗ്രാംസ് വേണമെന്നില്ല. എന്താണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റും എന്താണ് ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്നും ജസ്റ്റ് നമുക്ക് പറയാം. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഫസ്റ്റ്. ഡിഗ്രി ഓഫ്
സൂപ്പർ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു പർട്ടിക്കുലർ ഇപ്പോൾ സ്റ്റീം ടേബിളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു പർട്ടിക്കുലർ പ്രഷർ എടുക്കുക. അപ്പോൾ നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങളുടെ അടുത്ത് സ്റ്റീം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് ഒന്ന് തുറക്കുക. ഓക്കെ, ഫസ്റ്റിൽ പ്രഷർ ടേബിൾ എടുക്കുക. നിങ്ങൾ പ്രഷർ ടേബിളിൽ ഇപ്പോൾ എനിക്കുള്ള ടേബിളിൽ ബാർസിലാണ്. ചിലരുടെ ടേബിൾ മേടിക്കുമ്പോൾ അത് കിലോ പാസ്കലോ അല്ലെങ്കിൽ മെഗാ പാസ്കലോ ഒക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ തൽക്കാലം ഒരു ബാറിലുള്ള ടേബിളാണ് എടുക്കുന്നത്. ബാറിൽ 4 ബാർ ഒരു ഉദ്ദേശത്തിന്, ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. 4 ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് ടെമ്പറേച്ചർ കാണാം. സാച്ചുറേഷൻ ടെമ്പറേച്ചർ 143.6 ആണ്. അതായത് പ്രഷർ 4 ആവുമ്പോൾ അതിൻ്റെ ഫേസ് ചേഞ്ച് വരാനുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചർ നടക്കുന്നത് 143.6 ആണ്. ഇതാണ് അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. വൺസ് ഞാൻ പറയുകയാണ് എൻ്റെ പ്രഷർ 4 ബാർ പ്രഷറിൽ എൻ്റെ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് പറഞ്ഞാൽ ആ സാച്ചുറേഷൻ പ്രഷറിൽ നിന്ന് എത്രത്തോളം ഇൻക്രിമെൻ്റ് ഉണ്ടോ ആ ഇൻക്രിമെൻ്റ് ഉള്ള ടെമ്പറേച്ചറിനെയാണ് ഞാൻ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടുത്തെ കേസിൽ 143.6 ആണ്. 143.6ൻ്റെ മുകളിൽ എത്ര ടെമ്പറേച്ചർ 4 ബാറിൽ കേട്ടോ, 4 ബാറിൽ 143.6ൻ്റെ മുകളിൽ ഏത് ടെമ്പറേച്ചർ വന്നാലും ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. ഓക്കെ, ഇനി ഇതേ പ്രഷർ 4 ബാർ പ്രഷറിൽ 143.6 സാച്ചുറേഷൻ പ്രഷർ. ഈ 143.6 ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എത്രയാണോ ആ കുറഞ്ഞ ടെമ്പറേച്ചർ ഡിഫറൻസ്, കുറവുള്ള ടെമ്പറേച്ചറും ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടേംസിലേക്ക് ചെയ്യുക. ഇപ്പോൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് the temperature of superheated vapor exceeds its saturation temperature at the same pressure. അത് മറക്കരുത്, at the സെയിം പ്രഷർ, ഒരു പർട്ടിക്കുലർ പ്രഷറിൻ്റെ വാല്യൂ. ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്താണെന്ന് പറയാം. ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ സെയിം കേസ് തന്നെ, എമൗണ്ട് ബൈ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് temperature of subcooled liquid is below its saturation temperature at the same pressure. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രാഫിക്കലി കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ കാണിക്കാം. ഒരു റഫായിട്ടൊരു ഗ്രാഫ് ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനൊരു ടി വി ഗ്രാഫ് വരയ്ക്കുക എന്ന് കരുതിക്കോ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ആ വേപ്പർ ഡോം മാത്രമേ വരക്കുന്നുള്ളൂ കേട്ടോ. ഏതാണ്ട് അതുപോലെ തോന്നുന്നുണ്ടാവില്ലേ. ദിസ് ഈസ് ടി വി ഗ്രാഫ്. ഏതെങ്കിലും ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനാണ് കാണിച്ചത്. ഇതെന്താണ്, എൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റാണ്. അപ്പോൾ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരക്കാം. പിന്നെ എനിക്കിതിൻ്റെ മുകൾക്ക് ടെമ്പറേച്ചർ ഇങ്ങനെ വരും. ഇവിടെ ടെമ്പറേച്ചർ ഗ്രാഫ് ഇങ്ങനെ വരും. ടെമ്പറേച്ചർ അത് ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് വോളിയം വേപ്പറാണ്. ഇവിടെ വേപ്പർ, ഇവിടെ ലിക്വിഡ് അല്ലേ. അപ്പോൾ ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിനാണ്, ഇവിടെ കംപ്ലീറ്റ് വേപ്പർ സ്റ്റേറ്റാണ്. ഇതാണ് എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, പോയിൻ്റ് ഓഫ് സ്റ്റേറ്റ് ഇവിടെ എത്തി. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്, സേ 1.
അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, സോ ദാറ്റ് ഈസ് T1. ഈ T1 മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അതായത് എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് എത്രയാണോ ടെമ്പറേച്ചർ ഹൈറ്റ്, എത്രയാണോ അതിൻ്റെ ചേഞ്ച്, അതിനെയാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് പറയാം. ഇനി അടുത്ത സ്റ്റേറ്റ് വേണമെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ സ്റ്റേറ്റ് 2 ഇവിടെയാണ്. ഓക്കെ, ഇതൊരു സെയിം പ്രഷർ ലൈൻ സെയിം ആയിട്ടുള്ള കേസാട്ടോ. ഇത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയ ഒരു ഐസോബാറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഇതാണ്, പക്ഷേ 2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് T2. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാം, സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് എൻ്റെ സബ് കൂൾഡ് ആയ ലിക്വിഡ് T2 ആണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് ഡിഗ്രി ഓഫ് എന്തായാലും നമ്മൾ പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സബ് കൂൾഡ് അല്ലേ, ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറയാം. സിമ്പിളാണ് സംഭവം, മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചോണ്ട് ഇതൊന്നും നമ്മൾ തിയറിക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ടേമുകളൊക്കെ ഇപ്പോൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്, ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ആ ടേംസുകൾ നമ്മൾ കോയിൻസൈഡ് ചെയ്യാറുള്ളത്, തിയറി ആയിട്ട് നമ്മൾ പറയാറില്ല. പക്ഷേ ഇത് അറിഞ്ഞിരുന്ന ഒരാൾക്ക് ഇത് എളുപ്പത്തിൽ കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറയും. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്താണോ അതിനേക്കാട്ടിലും കൂടുതലാണ് എൻ്റെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ എത്രത്തോളം സാച്ചുറേറ്റഡിൽ നിന്ന് കൂടുതലാണോ അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയാം. ക്ലിയർ? ഇതേപോലെ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിലും എത്രയാണോ കുറവ്, ആ കുറവുള്ള ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് എന്താ, ടെമ്പറേച്ചർ ഓഫ് സബ് കൂളിംഗ് എന്ന്. ഐ തിങ്ക് ഈ ഗ്രാഫ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും, കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സെൻറ്റൻസ് ആയിട്ട് കാണിക്കണമെങ്കിൽ എന്താ, ഇങ്ങനെ കാണിക്കും. യൂസ് ഡയഗ്രാംസ് ടു ഇല്ലസ്ട്രേറ്റ് ദം. ഞാൻ ജസ്റ്റ് TV ഗ്രാഫ് വരച്ചാണ്, വേറെ വേണമെങ്കിൽ TS ഗ്രാഫ് വേണമെങ്കിൽ വരക്കാം, വേണമെങ്കിൽ PV ഗ്രാഫിൽ വരച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിക്കാം.